സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശത്രുക്കളുടെ എല്ലാവരുടെയും എല്ലാ പ്ലാനുകളും പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ദേവിക നമ്മളുടെ എസ്തപ്പാനെ കളത്തിലിറക്കുന്ന ഒരു എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും ഇസബല്ലയാണ് തട്ടിക്കൊണ്ടുപോയേക്കണേന്ന് കരുതിയാണ് കെവിനും കുരുവിള ഇരിക്കുന്നത്. പക്ഷേ ഇസബല്ലയുടെ ആളുകൾ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഋഷിയുടെ ആളുകൾ നന്ദനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയ കാര്യമൊന്നും ഇസബല്ല ഇതുവരെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇസബല്ലയാണെങ്കിൽ നന്ദനെ നേരിട്ട് കാണാനായിട്ട് പുറപ്പെടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഭാർഗവീനെയാണ്. ഭാർഗവി നന്ദനെ കാണാനില്ല എന്നറിഞ്ഞിട്ട് ആകെ കലി തുള്ളി നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതെന്തായാലും അരുന്ധതി ചെയ്തതാ. അരുന്ധതിയുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ കാര്യങ്ങൾക്ക് തീരുമാനമാവും. ഇനിയിപ്പം കേസ് കൊടുത്ത് പോലീസിനെ കൊണ്ട് അവരെ പിടിപ്പിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഗൗരി പറയുന്നുണ്ട്, അതെങ്ങനെ അമ്മേ പോലീസിനോട് പറയാൻ പറ്റുമോ സംഭവങ്ങളൊക്കെ? അത് കൂടുതൽ പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുമ്പം എന്തായാലും എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഇത് ചെയ്തത് അരുന്ധതി അല്ലാതെ വേറെ ആരുമല്ല. അല്ലെങ്കിൽ തന്നെ പ്രഭകുഞ്ഞിനോട് അരുന്ധതിക്ക് ശത്രുതയുണ്ട്. പിന്നെ മോൻ്റെ കാര്യം വന്നപ്പോൾ അത് ഇരട്ടിയായിട്ടുണ്ടാവും. എന്തായാലും ആ അരുന്ധതിയെ നല്ലോണം ഒന്ന് കൈകാര്യം ചെയ്താൽ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുമ്പം ഈ ഗൗരി പറയുന്നുണ്ട്, നമുക്കതിലൊന്നും ഉറപ്പില്ലല്ലോ എന്ന്. പിന്നീട് ഭാർഗവി മുരളിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ തോന്നണേന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ നമുക്ക് ആരെയും സംശയത്തിൽ നിർത്താനൊന്നും പറ്റില്ല. ഇനി ചിലപ്പോൾ ദേവികേനെയും വീട്ടുകാരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി നന്ദൻ തന്നെ എങ്ങോട്ടെങ്കിലും പോയതാണോ എന്നും അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഭാർഗവി പറയുന്നുണ്ട്, ഇല്ല ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല, നന്ദൻ അങ്ങനെ പോവില്ല, നന്ദൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ തന്നെ നിന്നല്ലേ എന്ന് പറയുമ്പോൾ മുരളി പറയുന്നുണ്ട്, ഇതിപ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ ആരെയും സംശയിച്ച് എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്തൊക്കെ നടക്കാൻ പോണേന്ന് ഒരു പിടിയില്ലാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രോത്തേക്ക് ഹരിയങ്കിൾ വരാണ്. ഹരിയേട്ടനെ കണ്ടതും പ്രഭാവതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഓടി ചെന്നിട്ട്, ഹരിയേട്ട എൻ്റെ മോൻ അവനെ കാണാനില്ല, അവൻ എവിടെ പോയതായിരിക്കും എന്ന് ചോദിക്കുമ്പം പ്രഭ സമാധാനമായിട്ടിരിക്കുക, നമുക്ക് അവനെ കണ്ടെത്താം, ഒരു കാര്യത്തിലും ടെൻഷനാവണ്ട, ഉറപ്പായിട്ട് ഞാൻ അവനെ കണ്ടെത്തി തരുമെന്ന് പറയുമ്പോൾ ഹരിയേട്ട എന്നാലും എൻ്റെ മോനൊക്കെ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമോ? ആ സമയം ഹരിയങ്കിൾ പറയുന്നുണ്ട്, ഇല്ല പ്രഭ, ഒരാപത്തും സംഭവിച്ചു കാണില്ല, എന്നെ നിനക്ക് വിശ്വാസമില്ലേ? ഞാനാ പറയണേ, എത്രയും പെട്ടെന്ന് നന്ദനെ നമ്മൾ കണ്ടെത്തും. പിന്നീട് സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് സംഭവം എന്ന് ചോദിക്കുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, രാത്രി നന്ദൻ പ്രശ്നമൊന്നുമില്ലാതെ ഉറങ്ങാൻ പോയതാ. പിന്നീട് രാവിലെ പ്രഭ ചായയായിട്ട് ചെന്നപ്പോഴാണ് നന്ദനെ കാണാണ്ടായത്. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതായിട്ടൊന്നും ഞങ്ങൾക്കറിയില്ല. ഇന്നലെ ഞങ്ങളോട് എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ പെരുമാറിയത്, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ളതൊന്നായിട്ട് തോന്നിയില്ല. ആ സമയത്ത് ഹരിയങ്കിൾ പറയുന്നുണ്ട്, ഞാൻ രാവിലെ നന്ദന സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴാണ് സിദ്ധുവിൻ്റെ ഫോൺ വന്നത്. ആ സമയം ദേവിക പറയുന്നുണ്ട്, ഇന്നലെ എന്നോടൊക്കെ ഒരുപാട് സംസാരിച്ചു, അമ്മയോടും സംസാരിച്ചു, അപ്പോഴൊക്കെ നന്ദു നോർമലായിരുന്നു, പിന്നീട് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ഹരിയങ്കിൾ ചോദിക്കുന്നുണ്ട്, വല്ല എഴുത്തോ കുറിപ്പോ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല എന്ന് പറയണം. അന്നേരം ഹരിയങ്കിൾ പറയുന്നുണ്ട്, ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് നന്ദൻ പേടിച്ചിട്ട് എങ്ങോട്ടെങ്കിലും മാറിയതായിരിക്കും എന്ന സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഇല്ല അവൻ അങ്ങനെ പോവില്ല, അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ അവൻ എന്നോട് പറഞ്ഞിട്ടാ പോവുള്ളൂ എന്ന്. ആ സമയത്ത് ഹരിയങ്കിൾ ഇങ്ങനെ പ്രഭാവതിയെ നോക്കുന്നുണ്ട്. എന്നിട്ട് പ്രഭാവതി പറയുന്നുണ്ട്, ഇത് ശരിക്കും നന്ദനെ ആരോ ആപത്തിപ്പെടുത്തിയേക്കണേ, ഞാൻ രാവിലെ തൊട്ട് ഇവരോട് പറയണതാ, ഇവരുടെ ആരുടെയും തലയിലേക്ക് കയറണില്ല, ഹരിയേട്ടനെങ്കിലും എന്നെ മനസ്സിലാക്കണം, പോലീസ് വരുന്നു, അന്വേഷിക്കുന്നു, പോകുന്നു, ഇത് ഇത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്, ഇവിടെ ആരും ഗവനിക്കണില്ല, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു അവനെന്തോ ആപത്താണ്, പക്ഷെ ഇവരാരും അത് ശ്രദ്ധിക്കണില്ല. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, പ്രഭ ഒരമ്മയുടെ വിഷമം കാണിക്കണതാ, എന്തായാലും ഹരിയേട്ടൻ പറഞ്ഞതുപോലെ നന്ദനെ എവിടെയെങ്കിലും മാറി നിൽക്കണമെന്നാണ് എനിക്ക് തോന്നണേ, പ്രഭ പറയണതൊന്നും ഹരിയേട്ടൻ കാര്യമാക്കണ്ടെന്ന് പറയുമ്പം ഹരിയങ്കിൾ പറയുന്നുണ്ട്, പ്രഭയെ നിങ്ങളാരും കുറ്റപ്പെടുത്തണ്ട, പ്രഭയ്ക്ക് വിഷമം ഉണ്ടാവും, അത് സ്വാഭാവിക, ഒരമ്മയല്ലേ. പിന്നീട് പ്രഭാവതിയോടായിട്ട് പറയുന്നുണ്ട്, പ്രഭയും ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ഭയങ്കര സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്, എന്തായാലും അന്വേഷണവും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഉള്ളിൽ തന്നെ നിൽക്കണം, ഇതൊരിക്കലും പുറത്തേക്ക് പോകാൻ പറ്റില്ല, പ്രഭയ്ക്ക് എന്നെ വിശ്വാസമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹരിയേട്ട, എനിക്ക് ഹരിയേട്ടനെ വിശ്വാസം, ഹരിയേട്ടനെ ഞങ്ങളുടെ ഒരു ധൈര്യം, എന്നാൽ പ്രഭ സമാധാനമായിട്ടിരിക്കുക, എത്രയും പെട്ടെന്ന് ഞങ്ങൾ നന്ദനെ കണ്ടെത്തിയിരിക്കും, അത് പോരെന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, മതി ഹരിയേട്ട. പിന്നീട് ഹരിയേട്ടൻ സിദ്ധാർത്ഥനോടായിട്ട് പറയുന്നുണ്ട്, സിദ്ധു നമുക്ക് 2 സ്ഥലം വരെ പോകണം, അതുകൊണ്ട് സിദ്ധു വാ നമുക്ക് പോയിട്ട് വരാം, കുറച്ച് അത്യാവശ്യമുള്ള കാര്യമാണ്. പിന്നീട് ഗിരീഷിനോടായിട്ട് പറയുന്നുണ്ട്, ഗിരീഷിന് ഇവിടെ ഉണ്ടാവണം, ദേവികേനെ ഞാൻ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നോളാന്നും പറഞ്ഞ് ഈ ഹരിയങ്കളും സിദ്ധാർത്ഥനും കൂടി പോകുന്നുണ്ട്. അവർ പോയി കഴിഞ്ഞൊന്നും പ്രഭാവതിയാണെങ്കിൽ എൻ്റെ മോനെ എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചു തരണ ഭഗവാനെന്നും പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ദേവിക സമാധാനിപ്പിക്കുന്നുണ്ട്, അമ്മ സമാധാനമായിട്ടിരിക്കുന്നത്. അതുപോലെ ഗിരീഷും പറയുന്നുണ്ട്, മേഡം ഇങ്ങനെ കരയില്ലേ, സമാധാനമായിട്ടിരിക്കുക, ഒരു കുഴപ്പമുണ്ടാവില്ല, നന്ദനെ എത്രയും പെട്ടെന്ന് നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് തന്നെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇസബല്ലയും കെവിനും കൂടി കാറിൽ ഇങ്ങനെ പോകാണ്. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട്, ബെല്ല ഇത് വലിയ പ്രശ്നമാവുമെന്ന് ചോദിക്കുമ്പം ഒരു പ്രശ്നമാവില്ല, അതനുസരിച്ചാണ് ഞാൻ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിരിക്കണം, ഇതോടുകൂടി ചന്ദ്രോത്തുകാരൻ എൻ്റെ മുന്നിൽ മുട്ടുകുത്തുമെന്ന് പറയണു. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ
നിൻ്റെ പാപ്പനല്ലാതെ വേറെ പുതിയ അന്വേഷണ സംഘം വന്നാലോ എന്ന് ചോദിക്കുമ്പോൾ ഏത് അന്വേഷണ സംഘം വന്നാലും പ്രശ്നമില്ലാത്ത രീതിയിലാണ് ഞാൻ എൻ്റെ ടീമിനെയും കൊണ്ട് നന്ദനെ പൊക്കിയത്. അതുകൊണ്ട് നീ അതോർത്ത് ടെൻഷനാവുമൊന്നും വേണ്ട എന്ന് പറയുന്ന സമയത്താണ് ഈ കുരുവിള ഇസബല്ലയുടെ ഫോണിലേക്ക് വിളിക്കണേ. ആ സമയം ഇസബല്ല ഫോൺ എടുത്തിട്ട് അന്വേഷണ റിപ്പോർട്ട് വന്നു കഴിഞ്ഞു എന്നും പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്തിട്ട് എന്താ ഈ പാപ്പ കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പം എന്നാലും ഞാൻ നിന്നെ സമ്മതിച്ചിരിക്കണു, നീ എത്ര നീറ്റായിട്ട് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ. ഞങ്ങൾ ചന്ദ്രോത്ത് പോയിരുന്നു, അവിടെ എല്ലാ സ്ഥലവും പരിശോധിച്ചു, പക്ഷേ ഒരു തെളിവോ ഒന്നും അവശേഷിപ്പിക്കാതെ നീ വിട്ട ആൾക്കാർ നന്ദനെ പൊക്കിക്കൊണ്ട് പോയത്. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, ഇപ്പോഴെങ്കിലും പാപ്പന് എന്നെ വിശ്വാസമായല്ലോ, ഞാൻ അത്രയ്ക്കും കണക്കുകൂട്ടലോട് കൂടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. ഇനിയിപ്പോൾ വേറെ അന്വേഷണ സംഘം വരുമെന്ന് ചോദിക്കുമ്പം വേറെ അന്വേഷണ സംഘം വന്നാലും ഒരു പ്രശ്നമില്ല, അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് നന്ദനെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയേക്കണേ. ഒരു പിടിവലിയുടെ ഊന്തും തള്ളിൻ്റെ ഓരോ തെളിവ് ഇവിടെ അവശേഷിക്കണില്ല എന്ന്. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, ഇപ്പോൾ പാപ്പന് മനസ്സിലായില്ലേ ഞാൻ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്ന്. എന്തായാലും ഇനി അന്വേഷണം അവർ കൂടുതൽ ഊർജിതമാക്കുമെന്ന് ചോദിക്കുമ്പം എന്തായാലും ഒരു പത്രസമ്മേളനമോ അല്ലാത്ത പബ്ലിസിറ്റി ഒന്നും ഈ കാര്യത്തിൽ ഉണ്ടാവില്ല, ഞാൻ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്, രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്ന് അതവർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മറ്റാരും ഇത് അറിയുമെന്നുള്ള ടെൻഷനൊന്നും നിനക്ക് വേണ്ടാന്ന്. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനിച്ചതുപോലെ തന്നെ നടക്കും. ഇനിയിപ്പോൾ അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ദേവികയ്ക്ക് ടെൻഷനൊക്കെ ഉണ്ട്, പക്ഷേ ദേവിക അതൊന്നും പുറത്ത് കാണിക്കാതെ നിൽക്കുന്നുണ്ട്. പക്ഷേ പ്രഭാവതി ആണെങ്കിൽ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാന്ന് പറയുന്ന സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, അവരങ്ങനെ ഒരുപാട് കിടന്ന് ചാടിയ ഞാൻ അവരെയും പൊക്കുന്നു. ആ സമയം കുരുവിള പറയുന്നുണ്ട്, വേണ്ട വേണ്ട, ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊന്നും പോവണ്ട, അവരെയും കൂടെ പൊക്കിയിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നമാവും. ഇപ്പോൾ കാര്യങ്ങൾ ഇതുവരെ ആയില്ലേ, ഇനി ഞാൻ പറയണതനുസരിച്ച് നീ മുന്നോട്ട് പോയാൽ മതിയെന്ന്. എന്നാൽ ശരി പാപ്പാന്നും പറഞ്ഞ് ഇസബല്ല ഫോൺ വെച്ചിട്ട് കെവിനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം നിനക്ക് വിശ്വാസമായില്ലേ, നീ ഇതുവരെ പേടിച്ചിരിക്കുകയല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പം എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത്, എന്നാലും ഞാൻ നിന്നെ സമ്മതിച്ച് തന്നിരിക്കുന്നു ബെല്ല എന്ന് പറയുന്നു. ആ സമയം ഇസബല്ല പറയുന്നുണ്ട്, എന്തായാലും നമ്മളിപ്പോൾ കഥാനായകനെ നേരിട്ട് കാണാനായിട്ട് പോകുമല്ലേ, അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമെന്നും പറഞ്ഞ് ഇവർ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രജനിയും ഗിരീഷിൻ്റെ അമ്മേനെയാണ്. രജനിയാണെങ്കിൽ ഗിരിയുടെ അമ്മേനോട് പറയുന്നുണ്ട്, അമ്മേ അച്ഛനെ അമ്മേനെയും വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല, ചന്ദ്രോത്ത് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന്. ആ സമയത്ത് ഗിരീഷും വരുന്നുണ്ട്. ഗിരീഷിനെ കണ്ടതും രജനി ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഗിരി ഇത് എവിടെ പോയതാന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പ്രശ്നത്തിന് പോയതാന്ന് പറഞ്ഞു. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, ഇല്ല ഗിരിയുടെ മുഖം കണ്ടാൽ അറിയാം, ഗിരി ഇത്ര ധൃതി പിടിച്ച് പോകണമെങ്കിൽ അത് സുഹൃത്തിൻ്റെ പ്രശ്നമൊന്നും അല്ല, ചന്ദ്രോത്ത് പോയതല്ലേ എന്ന് ചോദിക്കുമ്പം ഗിരീഷ് പറയുന്നുണ്ട്, അതെ ഞാൻ ചന്ദ്രോത്ത് പോയതാ, അവിടെ എന്താ പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ അത് ദേവികയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞങ്ങൾ എതിർകക്ഷികളല്ലേ അവരുമായിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു, അത് പങ്കെടുക്കാൻ പോയതാന്ന് പറയുമ്പം രജനി പറയുന്നുണ്ട്, ഇല്ല ഗിരി കള്ളം പറയുക, എന്തായാലും ദേവികയായിട്ടുള്ളൊരു മീറ്റിങ്ങിന് ഇത്രയും ടെൻഷനോടുകൂടി ഗിരി പോവില്ല, സത്യം പറ ഗിരി എന്ന് പറയുമ്പം ഞാൻ പറയണത് കേട്ട് നീ ടെൻഷനാവരുത്, സമാധാനമായിട്ടിരിക്കണം, നന്ദനെ കാണാനില്ല എന്ന്. അത് കേട്ടതും രജനി ചോദിക്കുന്നുണ്ട്, നന്ദനെ കാണാനില്ല നന്ദൻ എവിടെ പോയി എന്ന് ചോദിക്കുമ്പം അത് ആർക്കും അറിയില്ല, നന്ദനെ രാവിലെ പ്രഭാവതി മേഡം ചായ ആയിട്ട് ചെന്നപ്പോൾ റൂമിൽ കാണുന്നില്ല, പിന്നീട് പോലീസിലെ അറിയിച്ച് പോലീസ് വന്ന് തെളിവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് പോയി. ആ സമയം രജനി പറയുന്നുണ്ട്, എൻ്റെ വീട്ടിലെന്നും പ്രശ്നങ്ങളാണല്ലോ, ആ ദേവിക എന്ന് കാലെടുത്ത് കുത്തിയോ അന്ന് തൊട്ട് എൻ്റെ കുടുംബത്തെ സമാധാനം പോയതാണ്. അന്നേരം ഗിരീശൻ പറയുന്നുണ്ട്, നീ ചുമ്മാ ആവശ്യമില്ലാതെ എല്ലാത്തിലേക്കും ദേവികയെ വലിച്ചഴിക്കല്ലേ, ഇതിൽ ദേവികയുടെ തെറ്റെന്താ, നന്ദൻ ഒരു കൊലപാതകം ചെയ്തു, അതിൻ്റെ പ്രശ്നങ്ങളല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, എന്നാലും നന്ദനെ തട്ടിക്കൊണ്ടു ഇത് ആരായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, ചിലപ്പോൾ അരുന്ധതിമയുടെ ആയിരിക്കും, എന്തായാലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക, നീ സമാധാനമായിട്ടിരിക്കുന്നു പറയുമ്പം രജനി വീണ്ടും പറയുന്നുണ്ട്, ചിലപ്പോൾ അവൾക്ക് ഇതിൽ പങ്കുണ്ടാവുമെന്ന്. ആ സമയത്ത് ഗിരീഷൻ പറയുന്നുണ്ട്, നീ വെറുതെ എന്നെയും കൊണ്ട് ആവശ്യമില്ലാതെ ദേഷ്യം കയറ്റല്ലേ രജനി, നീ ഒന്നും മിണ്ടാതെ പോയെന്നും പറഞ്ഞ് ഗിരീഷിനെ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവികേനെയും മുരളീനെയാണ്. ദേവികയാണെങ്കിൽ മുരളിയുടെ ഒപ്പം കാറിൽ ദേവികയുടെ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ കാറ് നിർത്തി ദേവിക ഇറങ്ങിയതും മുരളി പറയുന്നുണ്ട്, ദേവിക ഒരു MLA, ഞാൻ MLAയുടെ ഡ്രൈവറുമാണ്, എനിക്ക് ചോദിക്കാൻ പറ്റിയ കാര്യമാണെന്ന് അറിയില്ല, എന്നാലും ഒരു കാര്യം ചോദിക്കാൻ പോകാമെന്ന് പറയുമ്പോൾ ആ ഡ്രൈവർ അങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും എന്നോട് ചോദിക്കേണ്ടെന്ന് പറഞ്ഞ് ദേവിക ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ദേവിക കാറിൽ നിന്ന് ഇറങ്ങിപ്പോയതും മുരളി പറയുന്നുണ്ട്, അതല്ല ദേവിക, നന്ദനെ കാണാതായിട്ടും ദേവികയ്ക്ക് അങ്ങനെ വലിയ ടെൻഷനൊന്നുമില്ല എന്നാണ് എല്ലാവരും പറയണേന്ന്. ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട്, ആര് പറയണമെന്നാ മുരളിയേട്ടൻ പറയണതെന്ന് ചോദിക്കുമ്പോൾ പൊതുവെ എല്ലാവരും അങ്ങനെയാണ് പറയണേ, ദേവികയ്ക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള രീതിയിലൊരു സംസാരം നടന്നു എന്ന്. ആ സമയം ദേവിക പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ച മുരളിയേട്ടനെ എന്നെക്കുറിച്ചല്ല അറിയാമെന്ന്, പക്ഷേ ഇപ്പോൾ മനസ്സിലായി മുരളിയേട്ടനെ എന്നെക്കുറിച്ച് ഒന്നും അറിയില്ലാന്ന്. എന്തായാലും ഇനി മുരളിയേട്ടൻ കൂടുതലൊന്നും സംസാരിക്കേണ്ട, ഡ്രൈവറുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയണം. ആ സമയത്ത് മുരളി പറയുന്നുണ്ട്, ദേവിക ഞാനൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ, അതിന് ദേവിക എന്നോട് ദേഷ്യപ്പെടുമൊന്നും വേണ്ട, പറഞ്ഞത് തെറ്റായിപ്പോയെങ്കിൽ ക്ഷമിച്ചേരെ, എല്ലാവരും പറയണ കേട്ടപ്പോൾ ഞാൻ എൻ്റെ സംശയം പറഞ്ഞു എന്നുള്ളൂ, ദേവിക എന്തായാലും സൂക്ഷിച്ച് മുന്നോട്ട്
പോകണമെന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, എനിക്ക് അല്ലെങ്കിൽ തന്നെ ആകെ തലക്ക് ഭ്രാന്ത് എടുത്ത് നിൽക്കുക, അതിൻ്റെ ഇടയ്ക്ക് മുരളിയേട്ടനും കൂടി ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അത് കേട്ട് നിൽക്കുക, അതാണ് ഞാൻ മുരളിയേട്ടനോട് അങ്ങനെ സംസാരിച്ചത്. എന്തായാലും മുരളിയേട്ടൻ ഇവിടെ നിൽക്കുക, ഞാൻ വീട്ടിൽ പോയിട്ട് ഇപ്പം തന്നെ വരാം, എനിക്ക് 1-2 സ്ഥലത്ത് പോകാനുണ്ടെന്ന്. അങ്ങനെ ദേവിക വീട്ടിലോട്ട് കയറി ചെന്നതും ഈ രാധിക വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായി മോളെ, നന്ദൻ്റെ കാര്യം വല്ല അറിഞ്ഞു എന്ന് ചോദിക്കുമ്പം അമ്മ എന്താ പറയണേ, അതിന് നന്ദന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ അറിഞ്ഞു കാര്യങ്ങളൊക്കെ, നന്ദനെ കാണാനില്ല എന്ന്. അപ്പോൾ ശാരിക പറയുന്നുണ്ട്, ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയേണ്ട വന്നു ചേച്ചി, എന്തായാലും ചേച്ചി വന്നല്ലോ, നന്ദേട്ടനെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പോലീസ് വന്ന് എല്ലാം അന്വേഷിച്ചിട്ട് പോയി, അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല, നന്ദുവിനെ തട്ടിക്കൊണ്ട് പോയതായിട്ട് തെളിവുകളൊന്നും ഇല്ല എന്നാണ് DYSP പറഞ്ഞ്. എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട്, ഇതിപ്പോൾ രഹസ്യമാക്കി തന്നെ വെച്ചേക്കുക. ഞാനിപ്പോൾ വന്നത് നിങ്ങളോടൊരു കാര്യം പറയാനാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് 1-2 സ്ഥലം വരെ പോകാനുണ്ട്, ചിലപ്പോൾ ഞാൻ വരാൻ വൈകും, ചിലപ്പോൾ ഇന്ന് വന്നില്ല എന്നും വരും, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന്. ആ സമയം മാധവൻ പറയുന്നുണ്ട്, മോളെ ആ സംഭവങ്ങൾ ഉണ്ടായപ്പം മോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നന്ദന ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുമ്പം ദേവികയാണെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ മാധവനെ നോക്കുന്നുണ്ട്. ആ സമയം മാധവൻ പറയുന്നുണ്ട്, അല്ല നന്ദന ആകെ പ്രശ്നത്തിന് നിന്ന സമയത്ത് മോൾ ഇവിടെയല്ലായിരുന്നോ, അപ്പോൾ ഒറ്റപ്പെടലിൻ്റെ വേദന കൊണ്ടായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പം ഈ ശാരിക പറയുന്നുണ്ട്, അച്ഛനിത് എന്തൊക്കെയാണ് പറയണേ, ആവശ്യമില്ലാതെ ചേച്ചിയെ വിഷമിപ്പിക്കല്ലേ. ആ സമയത്ത് ദേവിക മാധവൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ സമാധാനമായിട്ടിരിക്കുക, എല്ലാ രീതിയിലും അന്വേഷണം നടക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് അതിന് ഫലം കിട്ടുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം, എന്തായാലും ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ദേവിക അവരോട് യാത്ര പറയുന്നുണ്ട്. ദേവിക പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല, നമ്മളുടെ എസ്തപ്പാനെ കാണാനാണ്. എസ്തപ്പാൻ വരുന്നതോടുകൂടി എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമാവും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.